സന്നിധി തന്നിൽ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതത്തിൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം നമ്മൾ ഓരോരുത്തരെയും ഒരുക്കിയതിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഒരു ദൈവവചനവുമായി പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി മധ്യസ്ഥനില്ല എന്ന ചിന്തയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വായിക്കാം. വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു: ദൈവത്തിൻ്റെ തേജസ്സും ശക്തിയും ഹേതുവായിട്ട് ദേവാലയം പുക കൊണ്ട് നിറഞ്ഞു. 7 ദൂതന്മാരുടെ ബാധ 7 കഴിവോളം ദേവാലയത്തിൽ കടപ്പാൻ ആർക്കും കഴിഞ്ഞില്ല. ഏവർക്കും സുപരിതമായ ഒരു വചനമാണ് നമ്മൾ കേട്ടത്. ഇനി മധ്യസ്ഥനില്ല എന്നൊരു ചിന്തയുമായി മുന്നിലേക്ക് വരുമ്പോൾ ഞാൻ വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു ഉപമ കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കർത്താവായ യേശു ക്രിസ്തു ഒരു ഉപമ ഇങ്ങനെ പറയുകയാണ്. ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരിഞ്ഞു വന്നു കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരിഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളയുക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതിന് അവൻ, കർത്താവേ, ഞാൻ അതിനു ചുറ്റും കിളച്ചു വളം ഇട്ടുവോളം ഈ ആണ്ടുകൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് പറഞ്ഞു. ഇവിടെ കേട്ടതായ ഈ ഉപമയിൽ ഒരു മുന്തിരിത്തോട്ടമാണ്. അത് വൃക്ഷം അല്ലെങ്കിൽ ഫലം കായ്ക്കാതെ നിഷ്ഫലമാക്കി നിൽക്കുന്നതായിട്ട് അവിടെ കാണുവാൻ കഴിയുന്നു. അതിനെ വെട്ടിക്കളയുവാനായി അതിൻ്റെ ഉടമസ്ഥൻ വന്നപ്പോൾ അവിടെ മധ്യസ്ഥനായി ആ ഒരു കൃഷിക്കാരൻ പറയാണ്, ഒരാണ്ടും കൂടി നോക്കാം, കായ്ച്ചില്ലെങ്കിൽ നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നതായ പാപത്തിനൊക്കെയും നമുക്കൊരു മധ്യസ്ഥനുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഇന്ന് നമുക്ക് വേണ്ടി പരിശുദ്ധ സ്ഥലത്തിരുന്ന് മധ്യസ്ഥ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് അത് ദൈവത്തോടു കൂടി മധ്യസ്ഥ വഹിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആ കാലഘട്ടം ഇത് അവസാനിക്കാൻ പോകുന്നു. നമ്മൾ അന്ത്യന്യായവിധിയുടെ ഒരു സമയത്തിലേക്ക് എത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ഈ കാലത്തിൻ്റെ അന്ത്യത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഇനി ഒരു മധ്യസ്ഥൻ ഇല്ല. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവത്തോട് പറയുവാൻ വേണ്ടി ഇനി ഒരു മധ്യസ്ഥൻ നമുക്ക് ശേഷിക്കുന്നില്ല. കാരണം ഇത് അന്ത്യനാളാണ്. നമുക്ക് ന്യായവിധിയോട് അടുക്കുന്ന ഒരു കാലം ഇതാ അതിക്രമിച്ചിരിക്കുന്നു. ഈ കാലഘട്ടത്ത് നമുക്ക് ഇനി ആരെങ്കിലും ഉണ്ട് നമ്മളെ പറഞ്ഞ് അല്ലെങ്കിൽ നമ്മളെ മധ്യസ്ഥൻ നിർത്താൻ എന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നാൽ തീർച്ചയായും നമുക്കിനി ഒരു മധ്യസ്ഥനില്ല. നമ്മൾ എന്ത് ചെയ്യണം? ആ ന്യായവിധിക്കായി ഒരുങ്ങിയിരിക്കണം. ആ സമയത്ത് നമ്മോട് ചോദിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയാൻ ആരും കാണില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദേവജനമേ, ഈ പകൽക്കാലം നമ്മൾ ഒരുങ്ങേണ്ടത് നമ്മുടെ മധ്യസ്ഥനിതാ കടന്നു വരാൻ സമയമായി. ഈ അന്ത്യകാലത്ത് അതാ കർത്താവ് വരുമ്പോൾ നമുക്ക് ഇനി ഒരു മധ്യസ്ഥനില്ലാതെ നമ്മളെ പാപങ്ങളൊക്കെ നമ്മൾ സ്വയമേവ അത് വഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് ആ പാപത്തിനൊക്കെയും ക്ഷമ ലഭിക്കുവാനായി നമുക്ക് കർത്താവിനോട് കൂടുതൽ ചേർന്നെടുക്കാം. ഈ പാപമംഗലമായ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും പാപ ലോകത്തേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശക്തമായി നമ്മൾ വചനം വായിക്കുകയും വചനം ശ്രവിക്കുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമുക്ക് ഇനി ഒരു മധ്യസ്ഥൻ്റെ ആവശ്യമില്ല. നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കാം. അപ്രകാരമായിരിക്കട്ടെ വരുന്ന ആളുകളൊക്കെ നമ്മൾ ഓരോരുത്തരെയും ജീവിതമാർക്കണം എന്നുള്ള പ്രത്യാശയുമായി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്ക് കൂടുതലായി ദൈവത്തോട് അടുക്കാം, ദൈവവചനം പഠിക്കാം. ഈ കാലങ്ങളൊക്കെ അതിനായി ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹോന്നതങ്ങളിൽ അധിവാസം ചെയ്യുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല പിതാവേ, അനുഗ്രഹപ്പെട്ടതായ ഈ ദൂതനായി ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇനി ഒരു മധ്യസ്ഥൻ ഞങ്ങൾക്ക് മധ്യസ്ഥ പറയാനില്ല. കർത്താവേ, ഇതാ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്തിരിക്കുമ്പോൾ ദൈവമേ, ഈ പാപത്താൽ നിറഞ്ഞ ഈ ലോകത്ത് ഞങ്ങളെ ദൈവമേ അവിടുന്ന് രക്ഷിക്കുവാനും അവിടുത്തെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുവാനും കർത്താവെ അവിടുന്ന് കടന്നു വരുമ്പോൾ ഞങ്ങളെ ദൈവമേ ഈ ലോകത്ത് ദൈവമേ അവിടുന്ന് ശേഷിക്കാതെ അവിടുന്ന് കൂട്ടച്ചേർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒന്നുകൂടി അങ്ങയോടുകൂടി ചേരുവാനും അങ്ങയോടുകൂടി ബലപ്പെടുവാനും കർത്താവെ ഞങ്ങൾക്ക് ഈ നാളുകളൊക്കെയും ഈ കേട്ടതായ വചനം പോലെ ദൈവമേ ജീവിക്കാനും ഇടവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കൂടുതലായി അവിടുത്തെ കരുതലും കൃപയിലും ഞങ്ങൾ ഓരോരുത്തരും വഴി നടത്തണമെന്ന് അരുമരക്ഷകനായ യേശുവിൽ കൂടി യാചിക്കുന്നു. കൃപയോട് പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.